പക്ഷേ ഇതിനു മുൻപ് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കാം, ദൃശ്യം സിനിമയുടെ ത്രെഡ് അത് ജീവിതത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുള്ളൊരു കഥയാണോ അത്? പണ്ട് നമ്മൾ പിന്നെ എന്താ പറയുക, കൊറിയ എന്ന് കോപ്പി അടിച്ചാന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ സമയത്ത്. അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല, നമുക്കിതാരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ദൃശ്യത്തിലൊക്കെ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ ഒരു 3-4 സുഹൃത്തുക്കളുടെ ഒരു സ്മോൾ ഐഡി കമ്പനി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ ഞങ്ങളൊത്തിരി ജനറലായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, പുള്ളിക്കറിയാവുന്ന 2 ഫാമിലിയിൽ തമ്മിലൊരു ഇഷ്യൂ നടക്കുകയാണ്. ഒരു ഫാമിലി ഒരിടത്ത് ഒരു മകനും ഒരിടത്ത് അവരുടെ മകളുമാണ്. ഇവനെ ഏതാണ്ട് പ്രേമിച്ച് പുറകെ നടക്കുന്നു. ആ പെൺകുട്ടിയുടെ റെസ്പോൺസ് നെഗറ്റീവാണ്. അങ്ങനെ അത് പുറകെ നടന്ന് എന്തോ ശല്യമായപ്പം ഒരു സ്ഥാനം അത് പോലീസ് കേസായി. അപ്പോൾ പുള്ളിയുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട്, ഈ 2 കുടുംബക്കാരെ എനിക്കറിയാം, അവർ 2 പേരുടെ ഭാഗത്ത് ശരിയുമുണ്ട് തെറ്റുമുണ്ട്. ആ കുട്ടി എൻ്റെ ആദ്യം കണ്ട പ്രണയം ഓക്കെ ആയിരുന്നു, പിന്നെ അങ്ങനെ എന്തോ ഇത് വന്ന. അപ്പോൾ പെട്ടെന്ന് ഈ സെൻറ്റൻസ് എന്നെ ആകർഷിച്ചത്. അപ്പോൾ സാധാരണ സിനിമയിൽ എങ്ങനെയാണ് നമ്മൾ കാണുന്ന സിനിമ, അന്നീ സിനിമ വന്നിട്ടില്ല കേട്ടോ, നമ്മൾ കാണുന്ന സിനിമകളിലൊക്കെ ഒരു വില്ലൻ ഉണ്ടാവും. വില്ലൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തിന്മയുടെ മൂർത്തിഭാവവും നായകൻ നന്മയുടെ നിറകുടവുമായിരിക്കും. എന്നിട്ട് ഇവരും സ്വാഭാവികമായിട്ടും നന്മ ജയിക്കണം എന്നുള്ളൊരിതിലാണ്. പിന്നെ ആലോചിച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു സിനിമയിൽ വന്നാൽ എങ്ങനെ പ്രേക്ഷകൻ എന്ത് ചെയ്യും? 2 പേരുടെ ഭാഗത്ത് ശരിയുണ്ട് തെറ്റുമുണ്ട്, എന്നാൽ 2 പേരും തമ്മിൽ ഒരിക്കലും ഇത് ചെയ്യാതെ പോകാനും പറ്റത്തില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ സ്പാർക്ക്. കാരണം ദൃശ്യത്തിൽ എന്താണ്, മകനെ മിസ്സിങ് ആയ അച്ഛനും അമ്മയും മകനെ അന്വേഷിക്കുക, അവരതിനു വേണ്ടി ഏതറ്റം വരെയും പോകും. ഇപ്പുറത്ത് മകളൊരു ക്രൈസിസിൽ ചെന്ന് പെട്ടു, മകള് വലിയൊരു അപകടത്തിൽ നിൽക്കുമ്പോൾ ആ മകളെ രക്ഷിക്കാൻ അവരും ഏതറ്റം വരെ പോകും. 2 പേരുടെ ഭാഗത്ത് ശരിയുണ്ട്, 2 പേരുടെ ഭാഗത്ത് തെറ്റുമുണ്ട്. അപ്പോൾ പ്രേക്ഷകർ ആരോട് നിൽക്കുമെന്ന് പറഞ്ഞ് പ്രേക്ഷകരെ കൺഫ്യൂസ് ചെയ്ത് പണ്ടാരടങ്ങാന്ന് ഓർത്താണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത്. അന്നൊക്കെ ഇങ്ങനെ ആദ്യം ഇത് കോർഡൂൺ ഡ്രാമയായിട്ടായിരുന്നു, കേസ്, കോടതി കേസ്, അങ്ങനെയൊക്കെ. പിന്നെ ഈ മൊബൈലിൻ്റെ ഒരു അതിപ്രസരവും പിന്നെ അതിനകത്ത് ഫോട്ടോ ക്യാമറ അതെടുത്ത് ആൾക്കാർ പിള്ളേരെ മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന സാധനം വന്നപ്പോൾ അത് ഇതിനകത്ത് കയറ്റി. അപ്പോഴൊന്നും മർഡർ പോലും ഇല്ല, പിന്നെ അത് മർഡറായി അതിനകത്ത്. അങ്ങനെ പല പ്രോസസ്സിലും അത് കഴിഞ്ഞപ്പോൾ ഞാൻ സിനിമയിലേക്ക് കയറി. അങ്ങനെ സിനിമയിലേക്ക് കയറി ഈ ആശയം മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴാണ് 2009 കാലഘട്ടത്തിൽ ഞാൻ മമ്മി ആൻഡ് മീ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ ഒരു അസോസിയേറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പുള്ളി ഒരു ആശയം പറഞ്ഞു. ഞാൻ കുറേ അതൊന്ന് സ്ക്രിപ്റ്റാക്കി കൊടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അതിനകത്തേക്ക് ഞാൻ അവസാനം പുള്ളിയോട് പറഞ്ഞു, ഞാൻ വേറെ സ്ക്രിപ്റ്റ് എഴുതി തരാമെന്ന് പറഞ്ഞു. ഈ കഥ ഓക്കെ ആണ്. ഞാൻ ഈ കഥയുടെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു ക്യാരക്ടറൈസേഷനാണ് എന്നോട് പറഞ്ഞത്, അത് വെച്ചിട്ട്. അപ്പോൾ ഈ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഫോൺ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, അല്ല ഈ കഥയിലേക്ക് ആ ക്യാരക്ടറൈസേഷൻ എടുത്ത് വെച്ചാൽ ശരിയാവുമല്ലോ എന്ന് പറഞ്ഞ്, അത് ശരിയാണല്ലോ എന്ന് പുള്ളിയും പറഞ്ഞു. അങ്ങനെ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിനിമ സ്ക്രിപ്റ്റ് എഴുതിയത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മൈബോസ് ചെയ്യാൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഇത് ശ്രീനിയേട്ടനെ ചെയ്യാനും ഞങ്ങൾ ശ്രമങ്ങളൊക്കെ നടത്തി. അതൊക്കെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ശ്രീനിയേട്ടൻ സമ്മതിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ശ്രീനിയേട്ടനെ നിന്ന് മാറി അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഒരു സ്റ്റേജ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വന്നു കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ. പുള്ളി സജസ്റ്റ് ചെയ്തൊരു ആർട്ടിസ്റ്റിനെ എനിക്ക് ഒട്ടും, കാരണം പുള്ളി ഒരു ഫാദർ ക്യാരക്ടറിന് സെറ്റല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, നമുക്കത് ബ്രദറാക്കാമെന്നു. പിന്നെ അത് അങ്ങനെ ഞങ്ങൾ ഇത് വന്നപ്പോൾ പിന്നെ എന്നാൽ ചേട്ടൻ തന്നെ ചെയ്തോളാം. അങ്ങനെ ഞാനിത് തിരിച്ചെടുത്തു. എന്നിട്ട് പുള്ളിയുടെ ഇതങ്ങ് തിരിച്ചു കൊടുത്തു ക്യാരക്ടർ. എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇത് ചെയ്തു. അങ്ങനെ ഒരു 10 വർഷം കൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാകുന്നത്. എനിക്കാണ് 2000-ലാന്ന് പറഞ്ഞു ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നത്. 2007-ലാണ് ഡിറ്റക്റ്റീവ് ചെയ്യുന്നത്. 2009-ലാണ് ഇതിൻ്റെ കഥ ഡെവലപ്പ് ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് ചെയ്യുന്നതൊക്കെ. ഇങ്ങനെയാണ് ശരിക്കും ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഉണ്ടാകാനുള്ള. അതായത് 10 വർഷത്തെ ആസൂത്രണം ഉണ്ട് ഈ ആ ഒരു ക്രൈമിന്. ഓക്കെ, പക്ഷേ അതുകൊണ്ടാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ആ സമയത്ത് മറ്റേ കൊറിയൻ സിനിമയുടെ റൈറ്റ് മേടിച്ചിട്ട് ഹിന്ദിക്കാരെ വന്നു. നമ്മുടെ കയ്യിൽ ഇമെയിലുണ്ട് സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്ത്. ഈ കൊറിയൻ സിനിമയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എഴുതി വെച്ച സ്ക്രിപ്റ്റായിരുന്നു.